Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മളൊരു ഷോർട്ട് ടോപ്പ് ഇതിൻ്റെ യോക്ക് പോർഷൻ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് തുണിയേ വേണ്ടി വന്നുള്ളൂ. ബാക്കി ഇതൊരു മെറ്റീരിയലായിരുന്നു. ഫുള്ളായിട്ട് ഷോളും പാൻറ്റും എല്ലാം കൂടിയുള്ള മെറ്റീരിയലായിരുന്നു. ഫുള്ളും ഈ പ്ലെയിൻ സെയിം കളറാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്കൊരു ആവശ്യമുള്ള ഷോർട്ട് ടോപ്പ് മാത്രം ചെറുതായിട്ട് ഞാൻ തുന്നിയെടുത്തു. ബാക്കിയുള്ള പോർഷൻ ഫുള്ളായിട്ട് ഇനി ഒരു ചുരിദാർ സെറ്റായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്സ് യൂസ് ചെയ്ത് നല്ല ഭംഗിയിൽ കുറച്ച് തുണി കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്രിസ്മസ് ഫ്രണ്ട് തന്ന സമ്മാനമായിരുന്നു ഈ മെറ്റീരിയൽ. ഞാൻ അപ്പം തന്നെ അതൊരു ഷോർട്ട് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യലും കഴിഞ്ഞു, ഇടലും കഴിഞ്ഞു. നല്ല ഭംഗിയിൽ യോക്ക് പോർഷനിൽ മാത്രം വർക്ക് ചെയ്ത് വരുന്നൊരു പീസായിരുന്നു. ആ ഒരു പീസ് മാത്രം ഞാനൊരു ഷോർട്ട് ടോപ്പായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷോർട്ട് ടോപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വീണ്ടും നമ്മളൊരു സെറ്റായിട്ട് ടോപ്പും പാൻറ്റും ഷോളായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സോട് അത്ര യോജിപ്പില്ല. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് രീതിയിലാണ് എപ്പോഴും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കാറ്. അപ്പോൾ ഞാനിതിന് വീണ്ടും ഒരു പ്ലെയിൻ ഷെയ്ഡിൽ നിന്നിട്ട് വേറൊരു ലുക്കിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കട്ട് പീസസ് ഉണ്ട്. കട്ട് പീസസ് യോക്കിലേക്കും സ്ലീവിലേക്കും അറ്റാച്ച് ചെയ്തിട്ട് വേറെ നല്ല ഭംഗിയുള്ളൊരു ടോപ്പായിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. എപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുന്നതെങ്കിൽ ആ ബ്രാൻഡഡ് മെറ്റീരിയൽസിലെ തുണി നല്ലതുപോലെ ഉണ്ടാവും. നിങ്ങൾ കുറച്ച് ഷോർട്ടായിട്ടുള്ള ആളാണ്, കുറച്ച് തടിയൊക്കെ കുറവുള്ള ആളാണെങ്കിൽ എന്തായാലും അത് 2 ഡ്രസ്സിനകത്ത് അല്ലെങ്കിൽ 2 ടോപ്പിനുള്ള തുണി അതിന് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല തുണിയൊക്കെ തന്നെയാണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 ഡ്രസ്സായിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സിംഗിൾ ഇൻകം കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ 2 or 3 സോഴ്സസ് ഓഫ് ഇൻകം എന്തായാലും വേണം. അപ്പോൾ അതിൻ്റെ ചെറിയ ഭാഗമായിട്ടാണ് എൻ്റെ സ്റ്റിച്ചിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും മറന്നു പോകരുതേ. ഈ പോർഷൻ നല്ല ഭംഗിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് പീസാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ആ കട്ട് പീസ് മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ പോർഷൻ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ സിംഗിൾ സോഴ്സസ് ഓഫ് ഇൻകമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം കിട്ടുന്നതായ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ സ്കിൽസ് എവിടെയാണെന്ന് വെച്ചാൽ ആ സ്കിൽസ് നിങ്ങളുടെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നമ്മളാണ് ഫസ്റ്റ് തീരുമാനിക്കുന്നത് നമ്മൾ എന്താണെന്നുള്ളത്. പുറമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണല്ലേ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറയാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. പ്രവർത്തിച്ച് കാണിക്കാൻ 1 or 2 പേരുണ്ടാവും. ഒട്ടും ഇല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. 1 or 2 പേര് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ വന്നിട്ട് ഒപ്പം നിന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുണ്ടാവും. ബാക്കി എല്ലാവർക്കും എന്തിനത് ചെയ്യുന്നു, എന്തിനാണ് ചെയ്യുന്നത്, മതി ഇത്ര ചെയ്താൽ മതി അങ്ങനെ പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻകം സോഴ്സസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ഡ്യൂട്ടിയാണ്. വേറെ ആളും പുറമെ വന്നിട്ട് ഈ മന്ത്ലി ഒരു 5,000 നിനക്ക് പേയ്മെൻറ്റ് തരാം കേട്ടോ, അങ്ങനെയൊന്നും ആരും തരില്ല. അത് കിട്ടുന്നവരുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ നമ്മുടെ സോഴ്സസ് ഓഫ് ഇൻകം നമ്മൾ മാക്സിമം ഇൻക്രീസ് ചെയ്യുക. നമ്മുടെ വേ ഓഫ് ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഒത്തിരി അസറ്റ്സ് ഉണ്ടായിട്ടും ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാത്തവർ ഈ ലോകത്തുണ്ട്. അസറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അസറ്റ് നല്ലതാണ് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് എൻജോയ്മെൻറ്റ് തരുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര ഹാപ്പിനെസ്സിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മളിവിടെ യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സ്ലീവ്സ് ജോയിൻ ചെയ്യുക, സൈഡ് ജോയിൻ ചെയ്യുക, സ്ലിറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനായിട്ട് ഒത്തിരി ഫ്രീ സോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. അതെല്ലാം മാക്സിമം യൂസ് ചെയ്യുക. മാക്സിമം യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു 10 വീഡിയോ കണ്ടിട്ടും ഇതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മളൊരു 5 വീഡിയോ കണ്ടിട്ട് അതിലത്തെ ഒരു വീഡിയോ എങ്കിലും നമ്മൾ ട്രൈ ചെയ്താലാണ് നമ്മുടെ സക്സസ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ തുടങ്ങിയ ജേർണി തന്നെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ ചെറുതായിട്ട് തുന്നുമായിരുന്നു. ആ തുന്നുന്ന കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ വീഡിയോസൊക്കെ ആയതുകൊണ്ട് കുറേ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നൊക്കെ കുറേ ഐഡിയാസ് കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിച്ചിങ് കൊണ്ട് എനിക്ക് വലിയ ഇൻകം ഇല്ലാച്ചെങ്കിലും ഞാനിപ്പോൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നതായ ഇൻ്റർ ഡ്രസ്സസ് ആണെങ്കിലും അത് തുന്നാണെങ്കിലും എനിക്കൊരു എമൗണ്ട് വരാറുണ്ട്. ആ എമൗണ്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി വർക്കിന് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെറിയ തുണികൾ കൊണ്ടും നല്ല മോഡലായിട്ട് നമുക്ക് ഓരോ ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ സക്സസ് നമ്മുടെ കയ്യിൽ മാത്രമാണ്. പുറമെ നിന്ന് കാണുന്നവർക്ക് നമ്മുടെ സക്സസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചെറിയ സക്സസ് ആണെങ്കിലും ഒത്തിരി ഹാപ്പി ആയിട്ട് നമ്മൾ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് എല്ലാവരും നോക്കണം കേട്ടോ. ഫൈനലി നമ്മുടെ ടോപ്പോടെ നല്ല ഭംഗിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാൻറ്റും ഷോളും കൂടി പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ മേടിക്കുമ്പോൾ നല്ല ഹൈറ്റും വെയ്റ്റും ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒരു സെറ്റ് ഫുള്ളായിട്ടും അതൊന്ന് എക്സ്ട്രാ വരുന്ന പീസസ് കൊണ്ട് ഒരു ടോപ്പ് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും താങ്ക്സ് ഫോർ watching. See you in the next video. Bye.